ബാക്ക് ടു മേരി ജോസഫ് യൂട്യൂബ് ചാനൽ. അമ്മേനെയും മോനെയും കൂടെ ഞാനൊരു മര്യാദ പഠിപ്പിക്കാൻ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കുവാണ്. അവർക്ക് ഈ നടന്ന് തിന്ന് പഠിച്ചവർക്ക് ഈ വീട്ടിൽ കൊണ്ട കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് മുഴുവൻ വേസ്റ്റാക്കി താറുമാറാക്കി കളയുന്നു. അവരിങ്ങനെ നടഞ്ഞ് എന്നാ തോത്താപ്പാരി ജമുനപ്പാരിയാണ്. അവർ നടന്ന് തിന്ന് വീട്ടിൽ വരുന്ന പാർട്ടീസാണ്. വീടും വേണ്ട, കൂടും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ എവിടെയെങ്കിലും കെട്ടി വെച്ചാൽ മതി അവർക്ക്. അതുകൊണ്ട് അവരെ ഞാനൊരു സ്ഥലത്ത് അടുത്ത ആളിതാ എന്തേ അവരെ നോക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണോ? ഇതൊരു അമ്മയുടെ മകനാണ്, നമ്മുടെ കിങ്ങിണിയുടെ കളറാണ്. എപ്പോഴും കിങ്ങിണീനെയും മഹീനെയും നോക്കി നിൽക്കുന്നത് ഈ പാർട്ടിയാണ്, കാവലായിട്ട്. എടാ വണ്ടി നോക്കണം കേട്ടോ, അവരെ ആരും ആക്രമിക്കാതെ നോക്കണം ഞാൻ വരുമ്പോഴത്തേക്കും കേട്ടോ. ഞാൻ പോയിട്ട് അവർക്ക് ലേശം ഫുഡ് ശേഖരിച്ചിട്ട് വരട്ടെ. അങ്ങോട്ട് പൊക്കോ കേട്ടോ. അവരെ അവരുടെ സെക്യൂരിറ്റിയാണ് ഈ പാർട്ടി. ഇത് ഒരു അമ്മയുടെ മോനാണ്, പാവ പഞ്ചപാവ, കണ്ടോ. അവരെ രണ്ടുപേരെയും നോക്കുന്നത് ഇവനാ. എനിവേ ബഹുരസമാണ് പ്രകൃതിയുടെ ഓരോ വികൃതികളെ. മനുഷ്യരെക്കാരൊക്കെ എത്രയോ നല്ലതാ. ഞാൻ പോകുന്നത് അവൻ നോക്കി നിൽക്കുക. അവരെ ഒന്നും ചെയ്യൂല. അവൻ അവരെ രണ്ടുപേരെ ഇങ്ങനെ നോക്കി നിൽക്കും, കണ്ടോ. അവിടുന്ന് നോക്കി നിൽക്കുന്നുണ്ട. എടാ നീ എത്തി വലിഞ്ഞ് നോക്കി നിൽക്കണ്ട, അവിടെ നിന്നാൽ മതി കേട്ടോ. മര്യാദയ്ക്ക് നോക്കിക്കാണും. നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്, അവർക്ക് ഇച്ചിരി ഫുഡ് കളക്ട് ചെയ്യാൻ. പറഞ്ഞില്ല എന്ന് വേണ്ട. അവന് നല്ല ഉത്തരവാദിത്തം. എപ്പോഴും അവൻ രാവിലെ അവൻ്റെ അമ്മേൻ്റെ പാല് കുടിച്ചതിന് ശേഷം വായി നോക്കി നിൽക്കുന്നത് കാണാം. എന്താല്ലേ, മനുഷ്യരെക്കാളുമൊക്കെ എത്രയോ നല്ലതാണ് മൃഗങ്ങൾ. സംരക്ഷണം. അവരെ രണ്ടുപേരെ നോക്കി ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന കാണാം. എന്താ ചെയ്യുക അല്ലേ, എന്താ ചെയ്യുക. പുറത്തുനിന്നൊരു സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല. വേറൊരാളെ അവൻ അടുപ്പിക്കൂല കിങ്ങിണിയുടെ മഹിയുടെ അടുത്തോട്ട്. അതാണ് അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ്. എല്ലാവരും പരസ്പരം നോക്കി ജീവിച്ചാൽ സമൂഹത്തിൽ നല്ലൊരിതല്ലേ. അപ്പം ഞാനൊരു മോർണിംഗ് വാക്ക് ഇച്ചിരി താമസിച്ച് പോയി, കുറച്ചുകൂടെ ഏർലി നടക്കണമായിരുന്നു. പക്ഷേ ഇതുങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കണം, എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞാലാവുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുക. അതാണ്. അപ്പം അവിടെ ഒരു കാനനച്ചോലയുണ്ട്. അവിടെ പാടമാണെന്നാണ് പറയുന്നത്. പാടത്തിൽ 2-3 എരുമക്കുട്ടികൾ മേയുന്നത് കാണാം. പിന്നെ ഒരു പാടം പുൽമേട് ഏരിയയാണ്. അവരെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിവെച്ചാൽ അവരിവിടെ ഇഷ്ടം പോലെ തിന്നോളും. വൈകുന്നേരങ്ങളിൽ ഈ സൈഡിൽ കൊണ്ട് കെട്ടിവെച്ചാൽ അവർ തിന്നോളും. ഒന്ന് ട്രയൽ നോക്കണം. കുറ്റിയും കുറച്ച് അമ്മയമ്മോനും പോകാണ്ടിരുന്നാൽ ട്രയൽ. പിന്നെ നമ്മുടെ നോട്ടമില്ലാത്ത സ്ഥലമാവുമ്പം വല്ല ആൾക്കാരും പിടിച്ചോണ്ട് പോയാലോ. ഇന്നത്തെ കാലമല്ലേ, പറയാൻ പറ്റുമോ. ശക്തമായ അവർ കരഞ്ഞ് പ്രതിരോധിക്കും. എങ്കിൽ കൂടെ പിന്നെ വല്ല പേപ്പട്ടികളോ മാഡ് ഡോഗോ എല്ലാം കടിച്ചാലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടാത്തത്. അവർക്ക് ഇവിടെ വന്നാൽ അല്ലെ പിന്നെ ഞാൻ അവരെ മേയ്ക്കാൻ കൊണ്ടുവരണം. അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി കളിക്കൂലേ. അപ്പോൾ എനിഹൗ ഇതൊരു നല്ല പുൽമേടയാണ്. പുൽമേടയിൽ ധാരാളം പുല്ലുകളും ഇലകളൊക്കെ ഉണ്ട്. അവർക്ക് നല്ല ന്യൂട്രീഷ്യസ് ഇലകളൊക്കെ അവർക്ക് ഇവിടുന്ന് കിട്ടും. അവർക്ക് വേണേ ഇതൊക്കെ വന്ന് തിന്നാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവരെ പരിചയമില്ലാത്ത സ്ഥലമാകുമ്പോൾ അവർ കിടന്ന് കരഞ്ഞാലോ, അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവരാരാ സാധനം, നമ്മൾ വലിയ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഫുഡൊക്കെ അവർ ധാരാളിത്തം കാണിച്ച് ചുമ്മാ വലിച്ചൊക്കെ എറിയുന്ന കാണാം. അത് കാണുമ്പം നമുക്ക് ദേഷ്യം വരും. നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടാണ്
ഒരു സാധനം കണ്ടുപിടിച്ച് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇത് നമുക്ക് പരിചയമുള്ള ഒരാളുടെ പ്ലോട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്ന് അവർക്ക് ആവശ്യമുള്ള തീറ്റയൊക്കെ കൊണ്ടാകാമല്ലോ. ഇവിടെ ഒരു ഡോഗുണ്ട്. ഇവൻ ഒരു ദിവസം കയറും പൊട്ടിച്ച് നമ്മുടെ വീട്ടിൽ വന്നു. എന്നെ സ്വീകരിക്കൂ, ഞാൻ പൊട്ടിപ്പോകുന്നതാണ്, എൻ്റെ ഓണറെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുട്ടൂസിന് ഞാൻ കരഞ്ഞപ്പം വിശന്നപ്പം പൊറോട്ട മേടിച്ചു കൊടുത്തു. പാവം കുട്ടൂസ് എന്നെ കണ്ടാലിപ്പം ഭയങ്കര പരിചയം. അതുകൊണ്ട് സാധാരണ അറിയത്തില്ലാത്തവരെ കണ്ടാൽ അവൻ കുരയ്ക്കും, എന്നെ കണ്ടാൽ കുരയ്ക്കില്ല. അവന് ഞാൻ വീട് തെറ്റി വന്നപ്പോൾ അഭയം കൊടുത്തു, വിശന്നപ്പം പൊറോട്ട മേടിച്ചു കൊടുത്തു കടയിൽ നിന്ന്. അതൊക്കെ കൊണ്ടാണ് അവൻ എന്നോട് വലിയ ഇത് കണ്ടോ, എന്തേരെ ഇതാണ്, നല്ല ഗ്രീനറീസാണ്. ഈ ഗ്രീനറീസൊക്കെ പറിച്ച് കൊടുത്താൽ നല്ലതാണ് അവർക്ക്. പക്ഷേങ്കിൽ സൂക്ഷിക്കണം, ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാലമല്ലേ, ചൂടുകാലമായതുകൊണ്ട് സൂക്ഷിക്കണം. കണ്ട പാടങ്ങൾ, കോൾപ്പാടങ്ങൾ എല്ലാം നല്ല ഫ്രഷ് സ്ഥലം. ഇവിടെ ഒരു കുഞ്ഞിക്കുളം പോലെ കണ്ടിട്ടുണ്ട്. ആ കുളം കാണിച്ചു തരാം. അതാണ് ഞാൻ ഇതുവഴി വന്നത്. ഒരു കുഞ്ഞിക്കുളമാണ്. അവൻ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. ആരെങ്കിലും പരിചയമില്ലാത്തവർ വന്നാൽ അവൻ കുരയ്ക്കും. ഇതാണ് കുളം, ഇതാണ് കുളക്കര. ഈ കുളക്കരയിൽ ഇതാണൊരു കുളം. കണ്ട, പാടം. ഓക്കേ.